ബാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ക്ലാസ് ക്യാൻസൽ ആയി ഗൈസ്. ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റതിൻ്റെ ഒരു ക്ഷീണമാണ്. ഞാൻ കിടന്നപ്പോൾ തൊട്ടപ്പുറത്തെ DJ വെച്ചിട്ടായിരുന്നു കിടന്നത്. അപ്പോൾ എണീറ്റപ്പോൾ ഞാൻ ആദ്യം മറന്നുപോയി, ബോധമില്ലല്ലോ, നല്ല ഉറക്കമായതുകൊണ്ട് വ്ളോഗ് ചെയ്യണം എന്നുള്ള കാര്യം മറന്നുപോയി. പിന്നെ ഫോൺ എടുക്കാൻ നോക്കിയപ്പോഴാണ് ചാർജ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു. അപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് പറഞ്ഞ് ചാർജൊക്കെ ചെയ്ത് വെച്ചതാണല്ലോ DJ ആയി. ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ് കേട്ടോ, ദാറ്റ് ഈസ് 14th March. ഇന്നിപ്പോൾ എനിക്ക് ഓഫ് ഡേ ആണ്. എനിക്ക് ഇന്ന് വർക്കില്ല. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇന്നൊരു 8:30 മണിയായി. 8:26 ആയി ഗൈസ് രാവിലെ. ഞാനൊരു 8:45 എണീക്കാമെന്ന് പറഞ്ഞാൽ അലാം വെച്ചത്, പക്ഷേ തന്നെത്താൻ എണീറ്റ് പോയി. ഇന്ന് എനിക്ക് വേറെ കുറേ കാര്യങ്ങളുള്ളത്, അപ്പോൾ അതുകൊണ്ട് എണീറ്റേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്താലോ? കണ്ണാടി വെക്കട്ടെ, അല്ലെങ്കിലേ ഒന്നും കാണാൻ പറ്റില്ല. കുറച്ചൊന്ന് താഴോട്ടാക്കി വെക്കാം അല്ലേ. ഇതേ നമ്മുടെ ബെഡ് അലങ്കോലമായി കിടക്കുകയാണ്. ഇത് മൊത്തം ഒന്ന് സെറ്റ് ചെയ്യാണ്ട് പോകാൻ എനിക്ക് പറ്റില്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉള്ള എൻ്റെ പരിപാടിയാണ് ഇത്. കിരൺ ഉണ്ടെങ്കിൽ, കിരൺ കിടക്കുവാണെങ്കിൽ ഞാൻ ചെയ്യില്ല, കിരൺ തന്നെ ചെയ്തോളൂ എണീക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനാണ് അവസാനം എണീക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എല്ലാം ചെയ്തിട്ട് പോകും. ഞാൻ ബെഡൊക്കെ സെറ്റ് ചെയ്തു. ഇതുണ്ടോ, രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബെഡൊക്കെ നന്നായിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സമാധാനമല്ലേ. എനിക്ക് എന്തായാലും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ബെഡ് രാവിലെ സെറ്റ് ചെയ്ത് എണീറ്റ് വരുമ്പോൾ. അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ കണി ഇതാണ്, അതെ, മഞ്ഞ് മൂടിയ സ്ഥലം. പിന്നെ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെ ടെമ്പറേച്ചർ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഫോണിൽ ഈ മൊത്തത്തെ സ്ഥലത്തെ ആയിരിക്കുമല്ലോ കാണിക്കുക. എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ കാപ്പിയോ ചായയോ എന്തെങ്കിലും വേണം. അപ്പം മിക്കവാറും കിരൺ ഉണ്ടാക്കി വെക്കാറാണ് പതിവ് രാവിലെ എണീക്കുമ്പോൾ. കിരൺ എവിടെയെന്ന് ചോദിച്ചാൽ, കിരൺ വർക്കിലാണ്. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, കിരണിനെ കാണിച്ചു തരാം. അതെ, കോഫി ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും ഉണ്ടാവുമെന്ന്. ഇത് നമ്മുടെ ഫ്രോസ്റ്റ് മേക്കറാണ്. കിരൺ രാവിലെ എണീക്കുമ്പോൾ എനിക്കും കൂടെ കാപ്പി ഉണ്ടാക്കി വയ്ക്കും. കിരണാണ് ആദ്യം എണീക്കുന്നതെങ്കിൽ കിരൺ എനിക്കും കൂടെ കാപ്പി ഉണ്ടാക്കി വയ്ക്കും. ഞാൻ ആദ്യം എണീക്കുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ ഓൾറെഡി കാപ്പിയാണ്, അല്ല പാലാണ്. പാലിങ്ങനെ പതപ്പിച്ച് വെച്ചേക്കുക. ഈ പാലെടുത്ത് ഇതിലോട്ട് ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഫുൾ സെറ്റ് ചെയ്തിട്ടാണ് കിരൺ വർക്കിന് കയറുന്നത്. അല്ലെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ലോഗിനൊക്കെ ചെയ്ത് കുറച്ച് പണി കഴിഞ്ഞിട്ടായിരിക്കും കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത്. രാവിലെ കിരണിന് കാപ്പി മസ്റ്റാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. സോ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എനിക്കും ഉണ്ടാക്കി വയ്ക്കും. കാരണം ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോഴേ അയ്യോ വിശക്കുന്നേ പരേഷെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹീ നോസ് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ പതപ്പിച്ചിങ്ങോട്ട് ഒഴിക്കുക. കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാം, പക്ഷെ പത പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പത പോകാനും പാടില്ല, വേണമെങ്കിൽ മിക്സും ചെയ്യാം. പിന്നെ ഞാൻ ഷുഗറൊന്നും ഇടാറില്ല, ഇതുപോലെ കുടിക്കുകയേ ചെയ്യുള്ളൂ. നമ്മൾ രണ്ടുപേരും ഷുഗർ ഇടാറില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമുക്ക് ആദ്യം തന്നെ കാപ്പി കുടിക്കാം. കാപ്പിയും ബണ്ണും കഴിച്ചാലോ? നമുക്ക് ബൺ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്, അപ്പം ബണ്ണും എടുക്കാം. ഇതുണ്ടോ, ഇങ്ങനെ ബണ്ണുണ്ട്. അപ്പോൾ ബണ്ണും ബട്ടറുമാണ്. ഞാൻ ബട്ടർ ബണ്ണിൻ്റെ അകത്ത് ബണ്ണ് രണ്ടായിട്ട് മുറിച്ചിട്ട് ബട്ടറൊക്കെ തേച്ചാണ് ഞാൻ കഴിക്കാറ്. സോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അത് കഴിക്കും. കിരൺ രാവിലെ ഒന്നും കഴിക്കത്തില്ല, സാധാരണ കാപ്പി മാത്രമേ കുടിക്കാറുള്ളൂ. നമ്മുടെ അമൂലിൻ്റെ ബട്ടറാണ് കേട്ടോ, അമൂൽ ബട്ടർ. അപ്പോൾ ഇത് നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം. നമുക്കിവിടെ അടുത്തായിട്ട് റെയിൽവേ ട്രാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കും. ഗുഡ്സ് ട്രെയിൻസ് ആണ് വരുന്നതെല്ലാം. ബണ്ണും ബട്ടറും സെറ്റായിട്ടുണ്ട്. നമുക്ക് കഴിച്ചു തുടങ്ങുന്നതിന് മുന്നേ കിരൺ എന്നാ ചെയ്യുന്നത് നോക്കാം. കിരണ് രാവിലെ തന്നെ മീറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ പക്ഷേ റൂമിൽ നിന്ന് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. മിന്നു വരട്ടെ കുഞ്ഞ്, പനിയാനോ ബിസിയാനോ? ഇന്ന് കുറേ ഉണ്ടോടോ ചെയ്യാൻ? ഇന്ന് ഫ്രൈഡേ അല്ലേ? ഇന്ന് കുഴപ്പമില്ല. ഇന്ന് കുറച്ചുകൂടെ ചിൽ ഡേ ആയിരിക്കും അല്ലേ? നിന്റെ ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സിനോ ആർക്കെങ്കിലും വർക്ക് ഡേ അറിയോ?
അപ്പോ അറിയായിരിക്കണം. അപ്പൊ കൂടുതൽ പണിയുണ്ടോ ഇന്ന്? ഇല്ല, അപ്പൊ അതിന്റെ പ്രെപ്പ് എല്ലാം കഴിഞ്ഞു. ഇൻഫർമേഷൻ തന്നാ ഇന്ന് അതിന്റെ റിലീസ് വരും. അപ്പൊ നമ്മുടെ എല്ലായിടത്തും വർക്ക് ഡേ യൂസ് ചെയ്യുന്നോണ്ട് ഫ്രഷ് പുതിയ അപ്ഡേറ്റ്സ് വരും. നുന്നുന്റെ കാപ്പി ഞാൻ പറഞ്ഞില്ല, രാവിലെ കാപ്പി ഇല്ലാണ്ട് ശരിയാവില്ല. ഇല്ല, ഞാൻ ഇത് എടുത്ത് വെച്ചേ ഉള്ളൂ. ഞാൻ ബണ്ണും ബട്ടറും എടുത്ത് വെച്ചു. കൊച്ചിന് വേണോ? വേണ്ട. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, കഴിക്കില്ല. രാവിലെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലുണ്ട്. ഇത് കിരണിൻ്റെ ഓഫീസാട്ടോ. കിരണ് മാത്രമായിട്ട് ഓഫീസൊക്കെ സെറ്റാക്കി. അതുകൊണ്ട് മീറ്റിങ്സിനൊന്നും ഒരു ശല്യവും ഇല്ല, സൗണ്ടൊന്നുമില്ല എവിടുന്നും, ഇല്ലേ? കിരൺ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഫുള്ളായിട്ടൊരു റൂം ഫുൾ സെറ്റ് ചെയ്ത് കൊടുച്ചില്ലേ? പിന്നെ അല്ലാണ്ട് ഇത് റൂം ആക്കാനല്ലായിരുന്നു നുന്നു പ്ലാൻ ചെയ്തത്, ബെഡൊക്കെ വെച്ച്. ഞാനാ പറഞ്ഞു ഇത് ഓപ്പിച്ചാക്കാന്ന്. നമ്മൾ ഫുള്ളായിട്ടൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. തൽക്കാലത്തേക്ക് നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ സാധനം വാങ്ങിക്കാനൊക്കെ ഉണ്ട്. ഈ ഒരു ചെയർ നമ്മൾ ഇപ്പൊ വാങ്ങിച്ചതാ. നമ്മുടെ പഴയ വീട്ടിൽ ഡൈനിങ്. അപ്പൊ ഇവിടെ വന്നപ്പോ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അന്ന് ഇതിനെ കൺവേർട്ട് ചെയ്ത് അപ്പൊ ഇതാകുമ്പോ നമുക്ക് ഇങ്ങോട്ട് നീക്കി വെക്കുകയും ചെയ്യാം, അതിനെ ഒറ്റയ്ക്ക് ഇരിക്കുകയും ചെയ്യാം. സ്ക്രീൻ അവിടെ ഇരുന്നോളും. ഒരു മോണിറ്റർ നമ്മുടെ പൊട്ടിപ്പോയി മൂവിങ്ങിന്റെ സമയത്ത്. അങ്ങനെ കുറെ എന്താ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു. സമയത്തല്ല, അതിന് മുന്നേ കാറിലോട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് പൊട്ടിപ്പോയി. അതും പോയി. പിന്നെ നമ്മുടെ ടേബിള്, വർക്ക് ടേബിള്, അതല്ലെങ്കിൽ അതിന്റെ സമയം കഴിഞ്ഞു. ഭയങ്കര ഹെവി ആയിരുന്നു. പക്ഷെ ഈ റൂമിൽ അടിപൊളിയായിരുന്നു. കാരണം ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടേബിൾ ആയിരുന്നു. ഞാനും കൂടെ വരാം. നിങ്ങൾ രണ്ടുപേരും കണ്ണൂരി 9:40 ആകുമ്പോഴത്തേക്കും വിട്ടാ മതി. അറിയോ സ്ഥലം? അറിയോ? ഇവിടെ ആകെ ഒരെണ്ണേ ഉള്ളൂ. എന്താണ് സംഭവം ഞാൻ പറഞ്ഞല്ലോ. ഞാന് കഷ്ടപ്പെട്ട് ഞാൻ പിടിച്ചോണ്ട് സംസാരിക്കുക. ഗുഡ് ഐഡിയ ബൂബ്ല, ഗുഡ് ഐഡിയ. തൊപ്പി കണ്ടില്ലേ? ഞാനിതൊക്കെ ഹോം ടൂറിൽ ചെയ്യാന്ന് പറഞ്ഞിരുന്ന സംഭവമാണ്. എന്നാലും കണ്ട സ്ഥിതിക്ക് ഇപ്പൊ നിങ്ങൾ കണ്ട സ്ഥിതിക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കിരണിന്റെ തൊപ്പി കളക്ഷൻ ഉണ്ട്. തൊപ്പി കളക്ഷൻ ഇത് പല പല സ്ഥലങ്ങളിൽ പോകുമ്പം ഓർമ്മയ്ക്കായിട്ടും അല്ലാണ്ടും കിരണിന് ഭയങ്കര ഇഷ്ടമാണ് ക്യാപ്പ്. അങ്ങനെ നമ്മള് ഇനിയുണ്ട്. എന്റെ ഒരു സെറ്റ് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ US ഒരു ട്രിപ്പ് അടിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് വാങ്ങിച്ചല്ലേ ഇപ്പൊ അവന്റെ വീട്ടിലിരിപ്പുണ്ട്. അങ്ങനെ കുറെ ക്യാപ്പുകളുണ്ട്, കുറച്ച് വേറെന്തോ മാഗ്നറ്റ് ഉണ്ടോന്ന് അറിയില്ല, വേറെന്തോ ചെറിയ കപ്പുകളും, പിന്നെ ഒരു സ്കേറ്റിംഗ് ബോർഡ്, പിന്നെ എന്റെ 2 പെയർ ഓഫ് ഷൂസ് എല്ലാം അവിടെ ഉണ്ട്. കാപ്പിയും കുടിച്ച് ബണ്ണും കഴിച്ച് റെഡി ആവട്ടെ അല്ലേ? എന്നിട്ട് റെഡി ആയിട്ട് ഞാൻ വന്ന് വിളിക്കാം. 9:40 എന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പം നമുക്ക് വേഗം ഫുഡും കഴിച്ച് റെഡി ആവാം. അപ്പോൾ ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ അല്ലേ? ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ. ഞാൻ ഈ സ്ഥലത്തോട്ട് വന്നതിന് ശേഷം ത്രെഡിങ്ങിനെ പോയിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം. ത്രെഡിങ് ആസിൻ ഇവിടെ ഇല്ല, വാക്സിങ്ങേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഐബ്രോ വാക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ബാഡ്ലി ഒന്ന് ഐബ്രോ ഒന്ന് ട്രിം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ ഒന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ 9:45 അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. ഇവിടെ തന്നെ ഗ്രാൻഡ്ഫില്ലിൽ തന്നെയാണ് കിട്ടിയത്. ഞാൻ വേഗം ഫുഡ് കഴിക്കട്ടെ, കാപ്പിയും കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് റെഡിയാവാം. ഹേയ് മൈ ഗൈസ്, ഓടിക്കട്ടെ വണ്ടിയിൽ. എടുത്തിട്ടുണ്ട്. ഇന്ന് ഗാർബേജ് ഡേ ആയിരുന്നേ. ഇത് കണ്ടോ, എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ബിന്നെടുത്ത് വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇന്നെടുത്തിട്ട് പോകും. ഓടി ഇറങ്ങിയിട്ടേ കിതയ്ക്കുക. അത് അങ്ങ് ലോലപടിയായിട്ട് ഗാർബേജ് വണ്ടിയുണ്ട്. കണ്ടോ, എല്ലാവരുടെയും സൈഡിൽ കണ്ടോ.
1-ാം തീയതി അല്ലേ വന്നത്? മാർച്ചോ അല്ല, ഫെബ്രുവരി 1-നോ 2-നോ കണ്ടല്ലേ ഇവിടെ എത്തുമ്പോൾ. അങ്ങനെ നമ്മള് റോഡിന്റെ കളർ എന്താന്ന് കണ്ടു. അതെ, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും മഞ്ഞൊക്കെ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത്ര അങ്ങോട്ടും -ഡിഗ്രിയിലോട്ട് പോവാത്തത് കൊണ്ട് റോഡിന്റെ ശരിക്കുള്ള അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ റോഡ്. നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഗായ്സ്. നേരത്തെ മഞ്ഞ് മൂടിയിട്ടുണ്ടല്ലോ. നമുക്ക് റോഡ് ഏതാ? ഫുട്പാത്ത് ഇല്ല. ഫുട്പാത്ത്? അയ്യോ, ഫുട്പാത്ത് കാണാൻ പറ്റും ഇപ്പൊ? അല്ല, ഫുട്പാത്ത് കാണാൻ പറ്റും. ഹൈ, ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു ഗൈസ് നേരത്തെ. ഞങ്ങൾ എത്താറായി. ഞാൻ ഫുഡ് കഴിക്കാൻ ബണ്ണിങ്ങനെ വായിലോട്ട് വെക്കാൻ തുടങ്ങിയത്. അയ്യോ, ബ്രഷ് കിട്ടില്ലോ എന്ന് ഓർത്ത് ഓടിപ്പോയി ബ്രഷ് ചെയ്ത് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ഓടി വന്നു. എന്റെ ഇവിടെ ഇത് തന്നെ ബലിന്റെ ഇവിടെ മതി. ഞാൻ നമുക്ക് വേണം എവിടെയാ? അവിടെ അപ്പുറത്ത് പറ്റുമോ? കത്രികയാണ് ബലിന്റെ. അയ്യോ, മഞ്ഞുണ്ട്. പതുക്കെ കൊല്ലിങ്ങനെ തന്നെ വീഴും. അപ്പൊ ഞാൻ കയറട്ടെ കേട്ടോ. ഭാഗ്യം ലേറ്റ് ആയില്ല. വേറെ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ അവിടെ വേറെ ആൾക്കാർക്ക് ചെയ്യുക, ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, എനിക്കിങ്ങനെ എക്സ്ട്രാസ് തന്നു തുടങ്ങി. ഞാൻ ഐബ്രോ ഇന്ന് വരച്ചിട്ടൊന്നുമില്ല. Feels great, doesn't it? Yeah. ഗൈസ്, ഞാൻ ഐബ്രോ വാക്സിൻ ഒക്കെ ചെയ്തോട്ട് എനിക്ക് ശരിക്കും കാണാൻ പോലും പറ്റില്ല എന്താ ചെയ്തത്. വീട്ടിൽ പോയിട്ട് ശരിക്കും നോക്കണം എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ഫാർമ ചോയ്സ് ഉണ്ട്. ഫാർമസി ആണെങ്കിൽ ഇവിടെ അല്ലാണ്ട് കുറേ സാധനങ്ങൾ കിട്ടും. അപ്പോൾ എനിക്കൊരു ബുക്ക് വാങ്ങിക്കണം, അതിന് വേണ്ടി ഞാൻ വന്നതാണ്. ഇതൊക്കെ ബുക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ബുക്ക് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ. ഇതേ നിൽക്കുന്നു. ഈ ബുക്കാ 5 ചെറുത് വാങ്ങിക്കായിരുന്നു. പോരെ എഴുതിയാ പോരെ? നമുക്ക് വീട്ടിലോട്ട് പോയി പാക്കിംഗ് തുടങ്ങണം. കാരണം ഇന്ന് നമ്മള് മൂസ്റ്റർ എന്നുള്ള സ്ഥലത്ത് പോവാ. കാരണം എനിക്ക് സാറ്റർഡേ, നാളെയാണ് സാറ്റർഡേ. അപ്പോൾ സാറ്റർഡേയും സൺഡേയും 2 ദിവസത്തേക്ക് ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീക്കെൻഡിലേക്കാണ് ഡേറ്റ് കിട്ടിയത്. സോ മൂസ്ഡേയിലാണ് ക്ലാസ്. അപ്പോൾ 2 മണിക്കൂർ നമ്മൾ 2.25 മണിക്കൂറോളം ഉണ്ടല്ലോ ഇവിടുന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് 2 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട്. എന്തായാലും ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഗൈസ്, നമസ്തേ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, നമസ്തേ കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാ ചെയ്യാനാ, ഓപ്പൺ അല്ല, സ്റ്റാഫിന്റെ ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിട്ടില്ല. ആണോ? പോയി നോക്കിയാലോ? ഓ, എത്ര മണിയായി? 10:30 എനിക്ക് 11 മണിയാകുമ്പോ വരാം. എന്താ ഫോട്ടോ എടുക്കായിരുന്നു പോവാ. അപ്പൊ നമ്മള് ഗരാജ് സെയിൽ കണ്ടോണ്ട് ചുമ്മാ ഒന്ന് മാപ്പിലെ ലൊക്കേഷൻ നോക്കുമായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3 minutes away ആണ്. അപ്പൊ നമ്മള് ചുമ്മാ ഒന്ന് പോയി നോക്കാതെ പറഞ്ഞ് പോവാ കേട്ടോ. വീട് ചിലപ്പോ വിറ്റ് പോവോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊടുക്കുവോ ഒക്കെ ആയിരിക്കും. ചുമ്മാ പോയി നോക്കാം. 11 മണിക്കെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ഹൗസസ്, നല്ല നല്ല വീടുകളുണ്ട് കേട്ടോ. മഞ്ഞിന്റെ ഇടയിൽ ഈ വീടുകളൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളും അങ്ങനത്തെ ഒരു സ്ഥലവുമാണിത്. വീട്ടില് സ്നോ മൊബൈൽ ഗൈസ്. ഏതാണോ വീട്? എത്താറായെന്നാണല്ലോ കാണിക്കുന്നത്. കിരണിന് സ്നോ മൊബൈൽ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വിന്റർ കഴിഞ്ഞു, ഇനിയിപ്പോ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു ഗൈസ്, എന്നെ പൂട്ടിയിട്ടു. ഞാൻ നമ്പർ ലോക്ക് ഇട്ട് തുറന്നു നൈസായിട്ട്. ഇനി വേണം നമുക്ക് പാക്കിംഗ് തുടങ്ങാൻ. കുറച്ചൊക്കെ ഞാൻ എടുത്ത് വെച്ചു, ഏതൊക്കെ കൊണ്ടുപോകണ്ടെന്നുള്ള ഇനി എല്ലാം ബാഗിലാക്കണം. ഫുൾ വീട് അവർ വിൽക്കാൻ ഇട്ടേക്കാം. അപ്പോൾ കുറേ സാധനങ്ങൾ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളായതുകൊണ്ട് പിന്നെ ഒന്നും എടുത്തില്ല അങ്ങനെ.
കാണാൻ ഒരു ഷോക്കേസ് ഐറ്റം പോലത്തെ ഒരു സാധനം വാങ്ങിച്ചത്. സൂപ്പ് ഒഴിച്ച് വെക്കുന്ന ഒരു സാധനം, അത് വാങ്ങിച്ചോ. ഞങ്ങൾ കാണിച്ചു തരാം. ഫുഡ് ചൂടാക്കണം. 1 മണി ആവാറായി. നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ച ലെമൺ റൈസാണ്. അപ്പോൾ കിരണിന് ലെമൺ റൈസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് കിരണിന്, എനിക്ക് റൈസുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ റൈസ് കഴിക്കാൻ, കിരണിന് ലെമൺ റൈസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു 2-2:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങും. അപ്പോൾ അതിന് മുന്നേ ഫുഡ് കഴിച്ച് നമുക്ക് ഇനി ബാക്കി ഇച്ചിരി കൂടെ പാക്ക് ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യണം. അതിന് മുന്നേ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താ മണം അല്ലേ ലെമൺ റൈസിന്. സാൽമൺ കറിയും കൂടെ എടുത്ത് തീർക്കാം. എനിക്ക് കുറേ പാത്രം കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഫുഡ് ചൂടാവുന്ന സമയം കൊണ്ട് പെട്ടെന്ന് കഴുകി വെച്ചേക്കാം. മഷ്റൂമും പിന്നെ നമ്മുടെ ഗാർലിക് സാൽമൺ. എങ്ങനെയുണ്ട് മുത്തേ? ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഒരു റഫിൾസിൻ്റെ പാക്കറ്റ് എടുത്തു. പിന്നെ അതുപോലെ ഡ്രൈഡ് സ്ട്രോബെറീസ് എടുത്തു. റെഡിയായി വന്നേക്ക് കേട്ടോ. ഇല്ല മുത്തേ, കവറിലാക്കി എടുക്കാം. എല്ലാം പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഞാനത് കാണിച്ചു തരാം നിങ്ങളെ. ഈ ബാഗിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുത്തു. പിന്നെ ക്ലാസ്സിനും ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ബാക്ക് പാക്കിലാണ് നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചത്. പിന്നെ DJൻ്റെ സെറ്റ് എടുക്കുന്നുണ്ട്, പിന്നെ ഐപാഡും എടുക്കുന്നുണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെച്ച്. കവറോ താഴെ നോക്കേ കിട്ടിയോ? അതെനിക്ക് വേണം. എനിക്ക് ഭയങ്കര ഇട്ടാ ഡ്രൈഡ് സ്ട്രോബെറീസ്. എന്ത് വലുതല്ല, അതൊരു വൻ ബയ്യായിരുന്നു. നമ്മൾ ലേസാണ് സാധാരണ എപ്പോഴും. നാട്ടിലെ ബോർബൺ കണ്ടിരിക്കും. ബോർബൺ, നാട്ടിലെ ബോർബൺ. അതെ, ക്രാക്ക് ജാക്ക് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിൽ ഇപ്പോൾ വാങ്ങിച്ചതാണ്. ഷവർ ക്യാപ്സും കൂടെ എടുത്ത് വെക്കാം. കുളിക്കുമ്പോഴൊക്കെ വെള്ളം നനഞ്ഞിട്ട് എൻ്റെ മുടി ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം പോകും. ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ചും, ചുമ്മാ അയൺ ചെയ്തിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എഫക്റ്റ് പോകണ്ടല്ലോ. ഇവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എത്ര നല്ല സ്ഥലത്ത് സ്റ്റേ ചെയ്താലും അവർ ഷവർ ക്യാബ് പ്രൊവൈഡ് ചെയ്യത്തില്ല. 2 മണി കഴിഞ്ഞു. ഇനി ഞങ്ങൾ പതുക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് വാങ്ങിച്ച സാധനം കേട്ടോ. നമ്മൾ ഗരാജ് സെയിലിന് പോയിട്ടേ സൂപ്പോ കറിയോ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഷോക്കേസ് ഐറ്റം പോലെ വെക്കാനും കൂടെ പറ്റിയ ഒരു സംഭവമാണ് വാങ്ങിച്ചേക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനാകെ $1 ആയുള്ളൂ, വിശ്വസിക്കോ? ഒരു JDയുടെ കുപ്പിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയി കുടിക്കണം എന്ന് തോന്നിയാലോ. ഇറങ്ങാൻ പോവാട്ടോ. കിരൺ ഓൾറെഡി കാറിൽ ബാഗൊക്കെ എടുത്ത് കയറി. അപ്പോൾ നമുക്കിനി പതുക്കെ ഇറങ്ങാം. ദൈവത്തിൻ്റെ രൂപത്തിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം നമുക്ക്. നമ്മളപ്പോൾ പതുക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സാധനങ്ങളെല്ലാം കിരണെടുത്ത് വെച്ചു. ഇനിയിപ്പം നമ്മൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് കാർ എടുക്കുന്നേ ഉള്ളൂ. ഞാൻ കറക്റ്റ് നമുക്ക് 2 മണിക്കൂർ ഇവിടുന്ന് ഇപ്പോൾ കാണിക്കുന്നത്. കറക്റ്റ് 3 മണിയായി ഞാനിത് പറയുന്ന സമയത്ത്. 2:59 മാറി. ഗ്രാൻഫെല്ലിൽ നിന്ന് ഹൈവേയിലോട്ട് മേർജ് ചെയ്യാൻ പോവാം. ഈ സൈഡിൽ മാത്രമേ മഞ്ഞൊക്കെയുള്ളൂ കേട്ടോ. റോഡിലോട്ടുള്ള മഞ്ഞൊക്കെ പോയി. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ബാഡ് ന്യൂസ് അല്ല, ചേട്ടാ നീ അങ്ങനെ ഒരു ടോക്ക് അന്ന് അപ്ഡേറ്റ്. നമ്മുടെ ക്ലാസ് ക്യാൻസൽ ആയി ഗൈസ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്ന വഴി അവർ വിളിച്ചു. എന്നിട്ട് ഇതുപോലെ ഇൻസ്ട്രക്ടറിന് വരാനിരുന്ന ഇൻസ്ട്രക്ടറിന് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അതുകൊണ്ട് ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞു. നാളത്തെ ക്ലാസ്സിന് ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് പറയുന്നത്. നമ്മള് സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തായിരുന്നല്ലോ. സ്റ്റേ വിളിച്ച് ക്യാൻസൽ ചെയ്തു. അവിടെ ഒരു ഇന്ത്യൻ ഹെഡ് എന്ന് പറഞ്ഞ സ്ഥലം വരെ എത്തിയായിരുന്നു. എന്നിട്ട് അവിടെ നമ്മൾ സൈഡാക്കി. ഇപ്പൊ ഒരു 15-20 മിനിറ്റ് ഹോട്ടലുകാരെയും നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ അറിഞ്ഞത് എക്സ്പീഡിയ വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ അവിടെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എക്സ്പീഡിയ വഴി ക്യാൻസൽ ചെയ്യണം. അപ്പൊ എക്സ്പീഡിയനെ വിളിച്ചപ്പം അവർക്ക് ഹോട്ടലിലേക്ക് കിട്ടുന്നില്ല. അങ്ങനെ 2-3 പ്രാവശ്യത്തെ പ്രയത്നം കഴിഞ്ഞ് ഫുൾ റീഫണ്ട് തന്നു. പക്ഷെ അവർക്ക് റീസൺ കേട്ടു. അവര് റീസൺ മനസ്സിലാക്കി, കുഴപ്പമില്ല, അണ്ടർസ്റ്റാൻഡബിൾ ആണെന്ന് പറഞ്ഞ് ഫുൾ റീഫണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ പൈസ പോവാണെങ്കിൽ നമുക്കെന്ന് അവിടെ പോയി നിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ പോയി വെറുതെ 2 ദിവസം നിന്നിട്ട് എന്ത് ചെയ്യാൻ? ഒരു ദിവസമല്ല ഗൈസ്, 2 ദിവസമാണ് ബുക്ക് ചെയ്തത്.
സൺഡേ വൈകിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. സൺഡേ ചെക്കൗട്ട് ചെയ്ത് തിരിച്ചു വരാനായിരുന്നു വിചാരിച്ചത്. പക്ഷെ പിന്നെ ഇപ്പം ഫുൾ റീഫണ്ട് തന്നതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോവാന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് ഒരു 22 മിനിറ്റ്സേ ഉള്ളൂ കോസ്കോയിലോട്ട്. അപ്പോൾ കോസ്കോയിൽ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. തിരിച്ചു വരുമ്പോൾ എല്ലാം വാങ്ങിക്കാം സമയം ഉണ്ടെങ്കിൽ എന്നായിരുന്നു വിചാരിച്ചു. ഇപ്പം എന്തായാലും ഇനിയിപ്പം മൂസ്ജോ പോകുന്നില്ലല്ലോ, ക്ലാസ്സും ഇല്ല. അപ്പം ഇറങ്ങിയ സ്ഥിതിക്ക് റജൈന വരെ പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമുക്ക് വേറെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു പെനാൽറ്റി വാങ്ങിക്കുമെന്ന്. നമുക്ക് നിയർലി 300 കൊടുത്തിട്ടാണ് 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തത്. അതിൽ 180 സംതിങ് പെനാൽറ്റി ഒരു, കാരണം നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തു, പൈസയും പോയി. പൈസ ഓൾറെഡി നമ്മൾ പേ ചെയ്തല്ലോ, ഹോട്ടലിൽ എത്തിയിട്ടല്ല നമ്മൾ പേ ചെയ്യാനിരുന്നത്. അപ്പോൾ ഓൾറെഡി പേ ചെയ്തതുകൊണ്ട് അവർക്ക് ബുക്കിംഗ് കൺഫർമേഷനും കൊടുത്തതുകൊണ്ട് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, പെനാൽറ്റി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ റീസൺ ഒക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഇതുവരെ ഒരു കൺവിൻസ്ഡ് ആയി. അപ്പോൾ അങ്ങനെയാണ് നമുക്കിപ്പോൾ ഫുള്ളി റീഫണ്ട് തരുന്നത്. വന്നിട്ടില്ല, റിഫ്ലക്റ്റ് ആവാൻ എന്തായാലും ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താണെങ്കിലും കുഴപ്പമില്ല, ഫുള്ളി റീഫണ്ട് കിട്ടി തന്നെ സമാധാനമായി. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ പോലെ ഈ മഞ്ഞ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് പോവണം, അതങ്ങനെ വരുള്ളൂ. കാറ്റടിച്ചിട്ട് മഞ്ഞ് റോഡിലോട്ട് പറക്കുന്നുണ്ട്. അതേ കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട് റോഡിലോട്ട്. ഐഡിൽ കാണാമല്ലോ അല്ലേ, വണ്ടി മൂവ് ചെയ്യുന്നുണ്ടല്ലേ. കോസ്കോ എത്തി. കോസ്കോ ഇവിടെ എപ്പോൾ വന്നാലും ഇതുപോലെ വണ്ടികളുടെ ഒരു മേളമായിരിക്കും. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കാണില്ല. ഭീകര മഞ്ഞാണ് ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാണാമല്ലോ അല്ലേ, ഇപ്പം ഇവിടെ നിന്ന് കാണാമല്ലോ, നല്ല മഞ്ഞുണ്ട്. എന്താണ് നോക്കുന്നേ? കാട് വേണം അല്ലേ. നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തണുത്ത് കുറച്ച് കറി നോക്കിക്കൊണ്ടിരിക്കുക. കൈയൊക്കെ മരവിച്ചു പോയി ഗൈസ്. നമ്മൾ ആ ട്രോളിയെ തൊടുമ്പോഴല്ലേ കൈ ഇങ്ങനെ, അയ്യോ എൻ്റെ കൈയൊക്കെ ഫ്രീസായിപ്പോയി. ഇപ്പോഴും തണുത്തിരിക്കുക. പിന്നെ എന്തൊക്കെ ഇന്ന് വാങ്ങിച്ചെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം കേട്ടോ വീട്ടിലെത്തിയിട്ട്. അധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല, കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. കാരണം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതേപോലെ അതെ ഏറ്റവും കുറവ് അതെ നമ്മൾ ഇത്രയും കൊണ്ടുവരില്ലായിരുന്നു പോലും ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. ആഴ്ചയിൽ ഇടയ്ക്കൊക്കെ പോവായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളിങ്ങോട്ടും കൂടെ മൂവ് ചെയ്തുകൊണ്ട് കുറെ സാധനങ്ങൾ റീഫിൽ ചെയ്യാനുണ്ടായിരുന്നു, കിച്ചണിലേക്കാണെങ്കിലും എല്ലാം. സത്യത എന്താണോ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അതീത കിട്ടിയത് വെച്ചാൽ ഞങ്ങൾ ഒരാഴ്ച ഓടിയത്. പക്ഷെ ഇപ്പം നമ്മുടെ ജ്യൂസും തീർന്നു, അതിന്റെ പീസസ് സ്ലൈസ് ചെയ്ത് വെച്ചാൽ അതും തീർത്തു. നല്ല പോളിംഗാണ്, ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ രണ്ടുപേരും. അപ്പം അത് ജ്യൂസും കൂടെ അടിച്ചു വയ്ക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തീരും. പക്ഷെ അപ്പോൾ വാങ്ങിക്കാന്ന് വെച്ചിട്ട് നമ്മൾ ആ കോസ്കോ മൊത്തം തപ്പി കിട്ടിയില്ല. സീസൺ കഴിഞ്ഞുകൊണ്ടാണോ ഇന്നിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണോ ആരുടെയും കയ്യിലും കണ്ടില്ല. അപ്പോൾ ഇല്ല അവിടെ. പിന്നെ പിന്നെ എന്താന്നൊക്കെ ഉള്ള ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരുമ്പോൾ ഞാൻ ബാക്കി പറഞ്ഞുതരാം. അൺപാക്ക് ഹോൾ വീഡിയോ ഏതാ പാക്ക് ചെയ്തത്? അൺപാക്കിങ്. അയ്യോ അതും കാണിച്ചു തരാം ഗൈസ്. എന്തായാലും പാക്ക് ചെയ്യുന്നത് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. ഇനി അൺപാക്ക് ചെയ്യുമ്പോ അതെ നമ്മളൊരുമാതിരി ശശിയായി പോയിട്ട് അതുപോലെ തിരിച്ചു വരും. അതെ നമുക്ക് പൈസ പോയിരുന്നെങ്കിൽ വൻ നഷ്ടമായി പോയേനെ. ആ റൂമില് കൊള്ളാന്ന് പറയുന്ന ടബ് ഉണ്ടായിരുന്നു, അതായിരുന്നു ആ കൂടെ ഉള്ളത്. 2 ദിവസം അതിൽ നിൽക്കേണ്ടി വന്നു. ഇവിടെ ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങി, 6:30 ആയി. മഞ്ഞില്ലെന്ന് തോന്നുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോ നല്ല മഞ്ഞായിരുന്നു, ഇപ്പം മഞ്ഞില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ കുറിച്ച് ഭയങ്കര മഞ്ഞ തിരിച്ചു വരുമ്പം മഞ്ഞാണെങ്കിൽ റോഡിലെ ഇപ്പോഴത്തെ പോലെ മഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറന്ന് വന്നിട്ട് നമുക്ക് വിസിബിലിറ്റി ഇഷ്യൂസ് വരും.
അപ്പോൾ എന്തായാലും ഇപ്പം അങ്ങനെ കുഴപ്പമില്ല. ഞാൻ കാണിച്ചില്ല റോഡ്, നോർമൽ റോഡ് പോലെ തന്നെ കിടപ്പുണ്ട്, മഞ്ഞൊന്നുമില്ല. എന്തായാലും ഇനി വീട്ടിലെത്തിയിട്ട് നമുക്ക് ബാക്കി ബ്ലോഗ് ചെയ്യാം. അൺപാക്കിങ് ഞങ്ങൾ ഓരോരോ സാധനങ്ങളായിട്ട് തിരിച്ചെടുത്ത് വെക്കുകയാണ്. അപ്പം വെക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കോസ്കോയിൽ പോയോണ്ട് പട്ടി ചന്തയ്ക്ക് പോയതിന്റെ ഫ്രൈസ് യൂസ് ചെയ്യേണ്ടി വന്നില്ല. അത് ഇല്ലെങ്കിൽ പോയിട്ട് വെറുതെ വന്ന പോലെ ആയിപ്പോയേനെ. ഞാൻ നമ്മുടെ ടേബിളിൽ ഇന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കോസ്കോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്ന സ്റ്റോറി ഇട്ടപ്പം എന്തൊക്കെയാണ് എൻ്റെ ഹോൾ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം പക്ഷേ വീട്ടിൽ വന്ന് ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ വരുമ്പോൾ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്ന സ്വഭാവം എനിക്കുണ്ട്, എനിക്കും കിരണുമുണ്ട്. അപ്പം അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്, സോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ മെസ്സേജ് കണ്ടത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. സോ അതാണ് ഇന്ന് ഞാൻ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോഴെല്ലാം നിർത്തി വെച്ച് ഞാൻ ഒരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നിപ്പോൾ അധികം സാധനങ്ങളൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ഇന്നിപ്പോൾ ഒരു വ്ളോഗും കൂടെ ചെയ്യുന്നുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ കാണിച്ചു തന്നങ്ങനെ അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 1 by 1 കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ പാല്. ഇപ്പോൾ കിരണും ഞാനും എല്ലാ ദിവസവും കാപ്പി കുടിക്കുന്നുണ്ട്. കിരൺ എന്തായാലും കാപ്പി വേണം, മസ്റ്റാണ്. സോ അതുകൊണ്ട് വലിയ സംഭവമാണ് നമ്മൾ വാങ്ങിക്കാറ്, അതാണ് നമുക്ക് ലാഭവും. പിന്നെ ലെമൺ റൈസ്, കിരണിൻ്റെ ഫേവറേറ്റ് ലെമൺ റൈസ് ആണ്. ഇതിപ്പോൾ ഒരു പാക്കറ്റ് എന്ന് വെച്ചാൽ 2 വരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ വാങ്ങിച്ച് നമ്മൾ 3 എണ്ണം കൊണ്ട് എടുത്തായിരുന്നു. അതിൽ ഒരെണ്ണം ഇനിയും ബാക്കി ഇരിപ്പുണ്ട്. ഹോളാണ്. കോള് കഴിഞ്ഞോ? അപ്പം ഞാൻ ബാക്കിയും കൂടെ കാണിച്ചു കൊടുക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും ചെറിയ ഡയറ്റിംഗ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഇത് ഇടയ്ക്ക് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാലും ഒരു ഇടയ്ക്ക് കൊതി വരുമല്ലോ, അപ്പോൾ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഒരെണ്ണം കൂടെ എക്സ്ട്രാ വാങ്ങിച്ചത്. ഇനി അടുത്തത് ഷ്രിംപ്. ഇതിപ്പോൾ എന്താ റോസ് ഷ്രിമ്പാണ് വാങ്ങിച്ചേക്കുന്നത്. ഫ്രോസൺ ഉണ്ടായിരുന്നു, അല്ലാത്തതും ഉണ്ടായിരുന്നു. അപ്പം പീൽഡ് അല്ലാത്തത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയാണ്. വീട്ടിൽ ഒന്ന് നമ്മൾ തന്നെ എല്ലാം ക്ലീനൊക്കെ ചെയ്ത് വരും. ഇതാകുമ്പോൾ ഫുൾ സെറ്റ് ചെയ്ത് ഫ്രോസൺ ആക്കാൻ വെച്ചേക്കുന്ന സാധനമാണ്, ഫ്രോസൺ ആക്കി വെച്ചേക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെച്ച് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ മാരിനേറ്റ് ചെയ്ത് കഴിച്ചാൽ മതി. മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ആയി കഴിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോ ഷ്രിമ്പ് വാങ്ങിച്ചത് അതാണ് ഒരെണ്ണം. പിന്നെ മൈ ഫേവറേറ്റ് കോൺ, സ്വീറ്റ് കോണാണ്. ഇവിടെ വന്നിട്ട് എപ്പോഴും കോസ്കോയിൽ കാണാറുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും വാങ്ങിച്ചിട്ടില്ല. ഇത് 8 എണ്ണത്തിൻ്റെ പാക്കറ്റ് കേട്ടോ. ഇത് 1, 2 അങ്ങനെ 8 എണ്ണത്തിൻ്റെ പാക്കറ്റ്. ഇത് നമ്മൾ മറ്റേ ആവി കയറ്റി എടുത്താൽ മതിയാവും. എന്നിട്ട് സോൾട്ടോ ഷുഗറോ പിന്നെ മറ്റേ ബട്ടറൊക്കെ ഇട്ട് കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ട് ഇതിപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഇത് എത്ര കിലോ ഉണ്ട്? 3.63 kg ഓറഞ്ചസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇതുവരെ ഇവിടെ വാങ്ങിക്കാത്ത സംഭവമാണ്, കാടമുട്ട. കോസ്കോയുടെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാം ബൾക്കായിട്ടല്ലേ കിട്ടുള്ളൂ. അത് പ്രശ്നമല്ല, നല്ല കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ 2 പേര് മാത്രമുള്ള സമയത്ത് ഇത്രയും ബൾക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എക്സ്പയർ ആയി പോകത്തേ ഉള്ളൂ, യൂസും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ മുട്ട വാങ്ങിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്, അത്രയും നമ്മൾ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാകുമ്പം നമ്മൾ പിന്നെയും കഴിക്കുന്നു. കാടമുട്ട കഴിച്ചിട്ടും കുറേ നാളായി. അപ്പം അങ്ങനെ ആകുമ്പം ഇതെടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഇതും 18 എണ്ണം വരുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ ബുൾസൈ കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. അപ്പം മുട്ടയില്ലായിരുന്നു ഇവിടെ. ക്യുക്കമ്പർ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെറിയ ഡയറ്റിംഗ് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാൻ വീണ്ടും ക്യുക്കമ്പർ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് കഴിച്ചിട്ട് കുറേ നാളായി, കുറേ മാസങ്ങളായല്ലേ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഫ്രിഡ്ജിലോട്ട് പോകാനുള്ള സാധനങ്ങളാണ്. ഗ്രേപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. വാട്ടർമെലൻ കിട്ടിയില്ല, ഞാൻ പറഞ്ഞില്ലേ. കോസ്കോ മൊത്തം ഞങ്ങൾ തപ്പിയില്ല. മേപ്പിൾ സിറപ്പ് ഞങ്ങൾ മേപ്പിൾ സിറപ്പ് വാങ്ങിക്കാൻ കാര്യം പാൻ കേക്ക് വാങ്ങിച്ചായിരുന്നു. ഇതേ 36 എണ്ണം ഉണ്ടെന്നാണ് കാണിച്ചത്. അപ്പം മൈക്രോവേവബിൾ പാൻ കേക്ക്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ പാൻ കേക്ക് കഴിച്ചു. അപ്പോൾ തൊട്ട് കുറേ നാളുകളെ പാൻ കേക്ക്സ് കഴിച്ചിട്ട് ഇനി വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കുക. പക്ഷെ അപ്പോൾ ഇന്ന് ഞങ്ങൾ മേക്ക് ചെയ്യാനാണ് വിചാരിച്ചത്. മറ്റേ സാധനമൊക്കെ ഇട്ട് മൈദയൊക്കെ ഇട്ട് ഉണ്ടാക്കാം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടിയതുകൊണ്ട് ഇതെടുത്തു. അപ്പം മേപ്പിൾ സിറപ്പിലാണ് കഴിച്ചാൽ എല്ലാവരും ടേസ്റ്റ് വരുള്ളൂ. ഹണീനെക്കാട്ടും നല്ല ഇതായിരിക്കും. അപ്പം അവിടെ ഞങ്ങൾ സാധാരണ കാണുന്നത് കണ്ടില്ല. അപ്പം ഞാൻ അവിടെ ചോദിച്ചു, മേപ്പിൾ സിറപ്പ് ഇല്ലേ നിങ്ങൾക്ക്? അപ്പോൾ കയറി വരുന്നിടത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു അവിടെ പോയി ബില്ലടിക്കുന്നതിന് മുന്നേ പോയി പോയി എടുത്ത സംഭവമാണിത്. കിരണിൻ്റെ ഷർട്ട്, കിരണിന് വേണ്ടി വാങ്ങിച്ച ഷർട്ടാണ്. അപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഫോമൽ ഷർട്ട് വാങ്ങിച്ചു കേട്ടോ. ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു
എന്നാ ലൈറ്റ് കളർ എടുക്കാനാ ഇടയ്ക്ക് തോന്നിയത്. കോസ്റ്റ്കോയിൽ അടിപൊളി നല്ല ബ്രാൻഡ്സ് ഒക്കെ വരും. അത് നല്ലൊരു കാര്യമാണ് അവരുടെ. അതെ, ഇത് സീക്കേന്റെ. CK ഇവിടെ കോമൺ. എന്നാലും നമുക്ക് കോസ്റ്റ്കോയിൽ പോകുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, ഇടയ്ക്ക് നല്ല ബ്രാൻഡ്സ് നല്ല വില കുറവ്, നല്ല വ്യത്യാസമുണ്ട്, അങ്ങനെ കിട്ടും. എഗ് വൈറ്റ്സ് കിരണിന്റെ ഫേവറേറ്റാ. അപ്പൊ അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതാവുമ്പോ കിരൺ കഴിച്ചോളും. അല്ലാണ്ട് ബ്രെഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനമാണെങ്കിൽ കഴിക്കുന്നില്ല. പൊതുവേ രാവിലെ കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. കാപ്പി കുടിക്കും, പക്ഷെ അല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് കഴിക്കലൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണെങ്കിൽ പിന്നെയും ചിലപ്പോഴൊക്കെ കഴിക്കും. ഓക്കെ, അപ്പം ഇത്രയല്ലേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞല്ലേ? മുമ്പേ പറഞ്ഞ പോലെ റെക്കോർഡ് ബ്രേക്കിംഗ് ആയിരുന്നു. അതെ, ഏറ്റവും കുറവ് പൈസക്ക് നമ്മൾ ഇന്നാണ് വാങ്ങിച്ചത്. കാരണം അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കില്ലായിരുന്നു. എല്ലാം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച് തീർത്തു. കഴിഞ്ഞ ആഴ്ച തീർത്തിട്ടൊന്നുമില്ല, തീർത്തു വാങ്ങിച്ചിട്ട് പൈസ തീർത്തു. അത് തീർത്തു. കഴിഞ്ഞ ആഴ്ച അതുപോലെ നമ്മൾ ഷോപ്പ് ചെയ്തായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ചേർത്ത് കുറച്ച്, കാരണം സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള ഫ്രൂട്ട്സ് തീർന്നായിരുന്നു. കോസ്കോയിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നത് ഭയങ്കര ലാഭമാണ്. ക്വാണ്ടിറ്റി ഒരുപാട് കിട്ടും, നല്ല സാധനങ്ങളുമാണ്. അപ്പോൾ ഗ്രേപ്സ് എനിക്ക് എപ്പോഴും കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇഷ്ടം. ഒരെണ്ണം മാത്രം നോക്കി പോയാൽ പറ്റില്ല. അതല്ലാണ്ട് നമ്മൾ വേറെ കുറേ സാധനങ്ങൾ ഇടുകയാണ്. കോസ്കോയുടെ പ്രശ്നം നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇതായിട്ട് പോയാൽ മതി. നമുക്ക് ചെക്ക് ലിസ്റ്റ് ആയിട്ട് പോയാൽ, അല്ലെങ്കിൽ ഷോപ്പിംഗ് ലിസ്റ്റ് ആയിട്ട് പോയാൽ മതി. അതാകുമ്പം എളുപ്പമാണ്, ബഡ്ജറ്റിൽ നിൽക്കും. നമ്മള് ആ സാധനം മാത്രം പോയി എടുക്കുക, തിരിച്ചു വരിക, കണ്ണും മൂടി പോയി എടുക്കുക. പക്ഷെ അത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. കഴിഞ്ഞ വർഷം പറ്റിയായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മള് ഇത് നന്നായിട്ട് ഷോപ്പ് ചെയ്തപ്പോ നമ്മുടെ ഇതുണ്ടായിരുന്നു, ലിസ്റ്റ് ഉള്ളത് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അല്ലാണ്ടും എടുത്തു 2-3 സാധനങ്ങൾ കൂടി വന്ന, ബാക്കിയെല്ലാം നമ്മുടെ ലിസ്റ്റിലുള്ളതായിരുന്നു. പിന്നെ നമുക്ക് കൂടിയതിന്റെ കാര്യം നമ്മള് ആക്ച്വലി ഒരു മന്ത് ഫുള്ള് വാങ്ങിക്കാന്ന് വിചാരിച്ചു തന്നെ അങ്ങനെ എത്രയും എടുത്തതാ. നമുക്ക് ഇവിടുന്ന് കിട്ടും സാധനങ്ങള്, പക്ഷെ എല്ലാം കിട്ടത്തുമില്ല, പിന്നെ വെറൈറ്റി ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവിടെ പോയി ഒറ്റയടിക്ക് കുറെ വാങ്ങിച്ചോണ്ട് വന്ന. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഇനി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനുള്ളതിൽ വെക്കട്ടെ, അല്ലാത്തവരിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് ഞാൻ നമ്മൾ എടുത്തോണ്ട് പോയ ബാക്ക് പാക്കിലെ സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് വേണം കുളിക്കാൻ പോവാൻ, എന്നിട്ട് പ്രാർത്ഥിക്കണം, ഫുഡ് കഴിക്കണം, കിടക്കണം. ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഫ്രിഡ്ജിലുണ്ട്, ചൂടായി കഴിച്ചാൽ മതി. ഇനി അൺപാക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാമല്ലേ. നമ്മുടെ ട്രാവൽ ബാഗ് സാധനങ്ങളൊക്കെ ഞാൻ ഓരോ നാടും പറക്കെടുത്ത് പുറത്ത് വയ്ക്കുക. ഇത് വെച്ചതോ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, എടുത്ത് വെക്കുന്നെങ്കിലും കാണിച്ചു തരാം. എന്തായാലും ഒന്നും പോക്ക് നടന്നില്ലല്ലോ. ഇത് നമ്മുടെ എന്നാ എസെൻഷ്യൽസ് ഇടുന്ന ഒരു പൗച്ചാണ് കേട്ടോ. മേക്കപ്പ് സാധനങ്ങൾ, പിന്നെ നമ്മുടെ ബ്രഷ്, പേസ്റ്റ്, സൺസ്ക്രീൻ, ഫേസ് വാഷ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം അതിൽ പോവും. അടച്ച് വെക്കണ്ടേ, ഇനി ഇതെല്ലാം മാറ്റണമല്ലോ. പിന്നെ 2 ചാർജർ, ലാപ്പിൻ്റെ ചാർജർ ഉണ്ടായിരുന്നു. കിരൺ ഇനി നാളെ ചിലപ്പോൾ ലോഗിൻ ചെയ്യേണ്ടി വന്നെങ്കിലോ എന്ന് വിചാരിച്ച് ലാപ്പും കൊണ്ടാണ് പോയത്. സോക്സ്, വീട്ടിലിടാൻ സോക്സ്, പാൻറ്റും, സ്വെറ്റർ. ക്ലാസ്സിന് പോവല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇത് കോഡ് സെറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ. പിന്നെ ഇത് കിരണിൻ്റെ ടീഷർട്ടും പാൻറ്റും, ഇതും കിരണിൻ്റെ സ്വെറ്ററാണ്. ടീഷർട്ടല്ല, സ്വെറ്റർ. പിന്നെ ഇതൊക്കെ വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള നൈറ്റ് ഡ്രസ്സും നൈറ്റ് വെയർ സംഭവങ്ങളൊക്കെയാണ് കിരണിൻ്റെ. ഒരു ജേഡി എടുത്തിട്ട് ഇറങ്ങുന്നതിന് മുന്നേ കിരൺ എടുക്കാൻ പറഞ്ഞു. അപ്പം അതും എടുത്തായിരുന്നു. പിന്നെന്താ ഇതിൽ ഒരു വാസ്ലിൻ്റെ വലിയ ടബ് എടുത്തായിരുന്നു. ഇത് എനിക്ക് നല്ല ഇഫക്റ്റീവാണ് ഇവിടുത്തെ വെതറിൽ. ബാക്കി കുറേ ക്രീംസ് ഉണ്ട്, അതൊക്കെ മാറി മാറി ഇടാറുണ്ടെങ്കിലും വാസലിനാണ് ശരിക്കും കുറേ നേരം കൂടെ ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എടുത്തിട്ട് പോയി. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇന്നർ വെയർസ് ഒക്കെയാണ്. പിന്നെ ഇതിൽ നമ്മുടെ അലൈനർ ഊരി വയ്ക്കാനുള്ള ബോക്സ്, പിന്നെ പുറത്ത് വെച്ചോ. ശരിയാ, ഐലൈനർ, പെർഫ്യൂം, പിന്നെന്താ എന്തുവാണ് പറയാ, ലെൻസ് കേസ്. ലെൻസ് കേസ് എന്നുള്ള വാക്ക് പോലും കിട്ടുന്നില്ല. ലെൻസ് കേസ് ഞങ്ങളുടെ രണ്ടുപേരുടെയും. നിങ്ങൾ രണ്ടുപേരും ലെൻസാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. പിന്നെ ഇതൊക്കെ ഞാൻ കാറിൽ നിന്ന് ബാഗിൽ നിന്ന് എടുക്കുന്നില്ല, അങ്ങനെ തന്നെ ഇനിയിപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇത് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ അല്ലേ, ഷവർ ക്യാപ്പ്. പിന്നെ എൻ്റെ ഇൻഹേലർ, എനിക്ക് ആസ്മയുണ്ട്, കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും തോന്നുന്നു. ഞാൻ ആസ്മ പേഷ്യൻ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ.
നിങ്ങളെ അൺപാക്കിങ് എങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? സന്തോഷമായി കേട്ടാ. അപ്പൊ അത്രേ ഉള്ളൂ. എടുത്ത് വെക്കട്ടെ. അയ്യോ 8:10. അപ്പൊ 2 early ഒന്നുമല്ല. വയോ കുളിക്കാൻ. അപ്പൊ ഞങ്ങള് കുളിക്കാൻ പോവാ കേട്ടോ. ഇച്ചിരി ടയേർഡായി. അപ്പോൾ രാവിലെ തൊട്ട് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുക. അപ്പോൾ ഇനി കുളിച്ച് വിശക്കുന്നില്ല. ആക്ച്വലി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വാങ്ങിച്ചായിരുന്നു കോസ്കോയിൽ നിന്ന്. സോ അത്ര വിശപ്പില്ല. ചിലപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുമായിരിക്കും. അപ്പം കുളിച്ചിട്ട് വരാം ഇനി. ഗൈസ്, അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി വന്നു. ഇനി ഫുഡ് കഴിക്കണം, കിടക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി സിനിമ കണ്ടുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു, കിടക്കുന്നതാണ് ഞങ്ങളുടെ ഇനിയുള്ള ആക്ടിവിറ്റി. സോ നമ്മൾ ഇന്ന് കപ്പ് നൂഡിൽസ് ആണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ടൊങ്കോത്സുമാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈം കോസ്കോ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മൾ വെള്ളം തിളപ്പിച്ചു. ഇനി പകുതി തുറക്കണം. ലിഡ് പകുതി തുറന്നിട്ട് ഇവിടെ ഒരു വരയുണ്ട്. ആ വരയുടെ അവിടം വരെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് ഒരു 2-3 മിനിറ്റ് വയ്ക്കുക. ഇത് കിരണിൻ്റെ എൻ്റെ വയറ് ഫുള്ളാവും കേട്ടോ ഇത് കഴിക്കുമ്പോൾ. എനിക്ക് കൂടെ ഒരു ചായ ലാറ്റെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്കിതും കൂടെ കുടിക്കാനൊരു കൊതി. അപ്പോൾ ഇതും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പാലിടുക, ഐസ് ഇടുക, ഇത് ഒഴിക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടത്രയും ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യാം. ടൊങ്കോത്സുപ്പാവും. നമ്മൾ അതാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ മാഗി മസാല ഇടുന്ന പോലെ ഇതിന് മസാല ഉണ്ട്. ഹോട്ട് സോസ് ഉണ്ട്, ഹോട്ട് സോസും ഉണ്ട്, സ്പൈസി സോസ്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു. ഇനി ഒന്നിനുമുള്ളൊരു ഗ്യാപ്പില്ല വയറിൽ. അതുപോലെ വയറ് നിറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ക്രാഷ് ആവാൻ പോവാണ്. ഇനി കൂടുതൽ നേരമൊന്നും ഇരിക്കുന്നില്ല. ഞങ്ങൾ ഒരു സിനിമയുടെ ഹാഫ് കൊണ്ട് ഞങ്ങൾ താഴെ പോയിരുന്നു. സാധാരണ പ്രൊജക്റ്റിൽ സിനിമയൊക്കെ ഇട്ടാണ് കാണുന്നത്. ഇന്നിപ്പോൾ അതിനുള്ളൊരു മൂഡിലായിരുന്നു താഴെ പോയിരുന്നു കാണാൻ വേണ്ടി. ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഐപാഡിൽ കുറച്ച് നേരം കണ്ടു. ഫുള്ള് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ, ഉറക്കം വരിക. അപ്പോൾ കിരൺ എന്നാ ചെയ്യണേന്ന് കാണിച്ചു തരാം ഞാൻ. വീഡിയോയിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റിഫായിട്ടിരിക്കുവായിരുന്നു. ഞാൻ സ്റ്റിഫല്ല, നേരെ ഇരിക്കട്ടെ എന്നാ ഉദ്ദേശിച്ചത്. എന്ത് ചെയ്യാ? ഒന്നുമില്ലേ? അതെന്താ ഒന്നുമില്ലാത്തത്? ഫ്രീ പ്രാക്ടീസിന്റെ ഒക്കെ റിസൾട്ട് കാണുമായിരുന്നു. അതെന്താ സംഭവം? ഓ ഐ സീ. ഫോളോവേഴ്സിൽ F1 ഫാൻസ് ഉണ്ടോ? ആവോ, ചോദിച്ചു നോക്കാം. നീ തന്നെ ചോദിച്ചു നോക്ക്. F1 ഫാൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയുക. നമ്മുടെ ബോംബ് ഷോർട്സ് പോലെ പിടിക്കുന്ന ഷോർട്സില് എഗമൈസറും പിന്നെ റെഡ് ബുള്ളും പിന്നെ വേറെ ആരോ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാ റെഡ് ബുൾ എനിക്ക് ഓർമ്മയുണ്ട്. ഗൈസിനൊരു ടാറ്റ പറയൂ. ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ഇങ്ങനെ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സജഷൻസും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇനി അടുത്ത ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും എല്ലാവർക്കും